റെസിപ്പി ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ബ്ലാക്ക് ഫോറസ്റ്റിന് ഓവനോ ബീറ്ററോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓവനും ബീറ്ററും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ അരിച്ച് ചേർക്കാം. ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കാം. മൈദ എപ്പോഴും നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുമ്പോൾ അരിച്ച് ചേർക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇനി അടുത്തത് ഉപ്പാണ് ചേർക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, അധികം വേണ്ട. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം. കൊക്കോ പൗഡർ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ വേണം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്യാമറയിൽ നിങ്ങൾ ലൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവും, പക്ഷെ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണിത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്ന മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊക്കെ നമ്മൾ നല്ലപോലെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടുകയും ചെയ്യും. ബാറ്റർ നല്ലപോലെ മിക്സായി കിട്ടുകയും ചെയ്യും. ബാറ്ററിൽ കട്ടയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൊക്കോ പൗഡർ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര 1 കപ്പ് ചേർക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ടാണ് നമ്മൾ ഈ കേക്കിലേക്ക് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. പഞ്ചസാര ഡയറക്റ്റായിട്ട് നമ്മൾ പൊടിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് സമയം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും കൈകൊണ്ട്, പഞ്ചസാര അലിയാൻ വേണ്ടിയിട്ട്. പഞ്ചസാര ചേർത്തതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് മൊത്തമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് അടുത്തത് ചേർക്കേണ്ട വെള്ളമാണ്. സാധാരണ നമ്മുടെ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും ഈ മൈദ മിക്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ബീറ്ററൊന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നോക്കണം. ഇനി ഈ ബാറ്റർ നമുക്ക് ഒരേ അളവിൽ 3 പാത്രത്തിലേക്ക് മാറ്റാം. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഡയറക്റ്റ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചിട്ടാണ്. ആ രീതിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ കുക്കറിലോ പിന്നെ വേറൊരു പാത്രത്തിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ടോ ഉപ്പിട്ടിട്ടോ ഒന്നല്ല. ഡയറക്റ്റായിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണിത്. അപ്പോൾ ഈ 3 പാത്രത്തിൽ ഒഴിക്കുമ്പോഴും ഒരേ അളവിലായിരിക്കണം നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഗ്യാസിലൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് ജസ്റ്റ് ഇതിലേക്ക് നമ്മളൊന്ന് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഓയിൽ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാം.
ഒരു 15 മിനിറ്റ് മതി ഈ കേക്ക് റെഡിയാവാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിമ്മിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇനി ഇത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ആ ഒരു ബേക്ക് ആയി എന്ന് തോന്നുന്ന സമയത്ത് മാത്രം നമ്മളിത് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. കേക്ക് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര മെൽട്ടായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളും ഒരു വിസ്കും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫിയോനൻ്റെ ക്രീമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് മധുരം കുറവാണ്, അതുകൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ മധുരം ചേർക്കുന്നുണ്ട്. ഇനി കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു 5 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് എത്ര മധുരം വേണോ അത്ര ചേർക്കാം. നമ്മൾ ബീറ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ട് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡിലോട്ട് ചരിച്ചിട്ട് വേണം നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് എടുക്കും ഇത് ബീറ്റ് ചെയ്തിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം ഇത് റെഡിയാവുന്നുണ്ട്. കൈ വേദനിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ക്രീമിൻ്റെ കട്ടി കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ലോണം സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് എടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ ഐസിങ് ചെയ്യാം. അപ്പോൾ ഐസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റാക്കി കൊടുക്കണം. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ബ്രഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഒന്ന് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അത് ക്ഷമിക്കണം. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല സോഫ്റ്റ് ആയിരുന്ന കേക്ക്. ഒന്ന് തൊട്ടാൽ പൊട്ടിപ്പോവും, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഷുഗർ സിറപ്പ് എല്ലാ സൈഡിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് സ്പ്രെഡാക്കി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഈ കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മൾ തൊടുന്ന സമയത്ത് പൊട്ടിപ്പോവും, അത്രയ്ക്കും നല്ല സോഫ്റ്റാണ്. സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ക്രീം ആക്കി കൊടുത്ത കേക്കിൻ്റെ മേലേക്ക് നെക്സ്റ്റ് കേക്ക് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ ഷുഗർ സിറപ്പ് വെറ്റാക്കി കൊടുക്കാം. ഈ കേക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ 3 ലെയറായിട്ടാണ് വെക്കുന്നത്.
ഇനി നെക്സ്റ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത കേക്ക് കൂടെ വെക്കുക. ഷുഗർ സിറപ്പ് വെറ്റാക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. നമ്മൾ ഇലക്ട്രിക് ബീറ്ററിൽ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആവില്ല ഈ ക്രീം. അത്രയ്ക്ക് സ്റ്റിഫൊന്നും ആവില്ല, ഒരു 95% സ്റ്റിഫ് ആവുള്ളൂ. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റിനൊക്കെ കുഴപ്പമില്ല ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ എഗ് ബീറ്റർ ഇല്ലാണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനൊക്കെ നമ്മൾ സൈഡിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഒരു അത്യാവശ്യം നീറ്റിൽ കിട്ടും കേക്ക്. അപ്പോൾ ബാക്കിയുള്ള ക്രീം നല്ലപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ പിടിപ്പിക്കുക. ഇപ്പോൾ കേക്കിൻ്റെ ഐസിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ക്രീമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഒന്നുകിൽ സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ടൈപ്പിലുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുക്കാം. ഇതിപ്പോൾ ചെറിയ ടൈപ്പിലുള്ളതാണ്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഏത് നോസിൽ വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ ചെറീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇടവിട്ട് ചെയ്യുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. സൈഡിൽ കുറച്ച് ചെറുതായിട്ടുള്ള ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റാണ് ഇട്ടത്. ഈ സെൻറ്ററിലാവുമ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ ടൈപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം, ഗ്രേറ്റ് ചെയ്തത്. ഇതാണ് നമ്മൾ റെഡിയാക്കിയെടുത്ത ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം.